എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷ്, അത് യൂണിറ്റ് 4 ബ്ലൂംസ് ആൻഡ് ബ്രീസിലെ ആക്ടിവിറ്റി 13 റീഡ് ദ ന്യൂസ് പേപ്പർ ആൻഡ് കംപ്ലീറ്റ് ദ പസിൽ എന്നുള്ള ആക്ടിവിറ്റിയുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. നോക്കാം, അവിടെ ഒരു ന്യൂസ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. ആ ന്യൂസ് പേപ്പർ ഒന്ന് വായിക്കാനാണ് ആദ്യത്തെ ആക്ടിവിറ്റി. മഞ്ച്കിൻസ് ടൈംസ് എന്നാണ് ആ ന്യൂസ് പേപ്പറിന്റെ പേര്. ദ വിക്ഡ് വിച്ച് ഈസ് നോ മോർ, മഞ്ച്കിൻസ് ലാൻഡ് സെലിബ്രേറ്റ്സ്. ആ ഒരു വിക്ഡ് വിച്ച് മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാണ്, മഞ്ച്കിൻസ് ലാൻഡ് എന്ത് ചെയ്യാണ്, സെലിബ്രേറ്റ് ചെയ്യാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ഡൊറോത്തി വിസിറ്റ് ദ വിസാർഡ് ഓഫ് ഓസ് എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ട് ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ഡൊറോത്തി എന്ത് ചെയ്തു, നമ്മുടെ വിസാർഡ് ഓഫ് ഓസിനെ കണ്ടു. പിന്നെ കിറ്റി എന്ന ക്യാറ്റ് മിസ്സിംഗ് ആണ്. ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. മഞ്ച്കിൻ ഹാറ്റിന്റെ ഒരു വെതർ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കഥയുടെ ഭാഗവും കൊടുത്തിട്ടുണ്ട്. ഒരു പസിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റുക. അപ്പം ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാനുള്ള ഒരു ക്രോസ് വേർഡ് പസിൽ നമുക്ക് കാണുവാൻ വേണ്ടി പറ്റും. നമുക്ക് അതിൻ്റെ ഉത്തരം ഒന്ന് ആദ്യം നോക്കാം, എന്തൊക്കെയാണുള്ളത്. അക്രോസിൽ നോക്കുമ്പോൾ ദ ബിഗ് ബ്രൈറ്റ് ബോൾ ഇൻ ദ സ്കൈ, 3 ലെറ്റർ ആണുള്ളത്. ബിഗ് ബ്രൈറ്റ് ബോൾ, 3 ലെറ്ററുള്ള ബിഗ് ബ്രൈറ്റ് ബോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ വേഗത്തിൽ അത് ഉത്തരം പറയാം. അതെന്തായിരിക്കും? സൺ ആയിരിക്കും അല്ലേ. SUN, സൺ അല്ലെങ്കിൽ സൂര്യൻ. സൺ അല്ലെങ്കിൽ സൂര്യൻ, SUN, 3 അക്ഷരമുള്ള ഒരു വളരെ വലുതായിട്ടുള്ള ബ്രൈറ്റ് ഒരു ബോൾ പോലെ സാധനം എന്തെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അവിടെ നമ്മുടെ സൂര്യൻ അല്ലെങ്കിൽ സൺ ആണ് എന്നുള്ളത് നമുക്ക് പറയാം. ഇനി രണ്ടാമതായിട്ട് അവിടെ അക്രോസിൽ വരുന്നത് എന്താ വെച്ചാൽ ഐ ആം എ കളർ ഇൻ ദ റെയിൻബോ. അത് എത്ര ലെറ്റർ ഉണ്ട്? 6 ലെറ്റർ ആണ് അതിനുള്ളത്. നമ്മളൊന്ന് ആലോചിക്കുക. റെയിൻബോന്റെ കളർ നമുക്ക് വിബ്ജിയോർ എന്ന് പറയാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിൽ ഒരു 6 ലെറ്ററുള്ള വേർഡ് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് യെല്ലോ ആണ് വരുന്നത്. നമുക്ക് ആ യെല്ലോ ഒന്ന് അടിച്ചു നോക്കാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് അവസാനം തിരുത്താം. അപ്പൊ നോക്കുക, യെല്ലോ, YELLO അവിടെ എന്ത് ചെയ്തു? LO എന്നുള്ളത് വന്നു. YELLOW. ഇനി നോക്കാം, ഒന്ന് താഴേക്ക് ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആ ഒന്ന് താഴെയുള്ളത് മാച്ച് ആയാൽ മാത്രമേ യെല്ലോ ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഹിയർ യു ക്യാൻ സീ ദ സ്റ്റാർസ് അറ്റ് നൈറ്റ്. രാത്രി നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ സഹായിക്കുന്നത് എസ്സിൽ തുടങ്ങുന്നതായിരിക്കണം, വൈയിൽ അവസാനിക്കുന്നതായിരിക്കണം. നക്ഷത്രങ്ങൾ നമ്മൾ എവിടെയാ നോക്കുക? നമ്മൾ ആകാശത്താണ് നോക്കുക. അപ്പൊ നമുക്ക് അതിൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്. ആ ഒരു എസ്സിൽ തുടങ്ങുന്നു, വൈയിൽ അവസാനിക്കുന്നു. നടുക്കൊരു കെ എന്നുള്ളതും കൂടെ വന്നു കഴിഞ്ഞാൽ അത് SKY, സ്കൈ ആയിട്ട് മാറുന്നുണ്ട്. ഇനി അടുത്തത് 4 ഒരു അക്രോസും കൂടിയുണ്ട്. യു മേ സീ മീ ഇൻ ഡിഫറെന്റ് ഷേപ്സ് ആൻഡ് കളേഴ്സ്. ഐ ക്യാൻ കവർ ഈവൻ ദ സൺ. എന്നെ നിങ്ങൾക്ക് വേറെ പല വിധത്തിലുള്ള ഷേപ്സിൽ കാണാൻ പറ്റും, കളറിൽ കാണാൻ പറ്റും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സണ്ണിനെ പോലും കവർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, പെട്ടെന്ന് ആ സണ്ണിനെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സണ്ണിനെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഏതാണ്? അത് മേഘങ്ങളാണ് അല്ലെ. മേഘങ്ങൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയാ? ക്ലൗഡ് എന്നാണ് പറയാ. മേഘങ്ങൾക്ക് ക്ലൗഡ് എന്നാണ് പറയാ. 5 അക്ഷരമാണുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലൗഡിനും എന്താണ്? 5 അക്ഷരം തന്നെയാണ്. CLOUD. ക്ലൗഡ് എന്തൊക്കെയുണ്ട്?
നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ക്ലൗഡ്, CLOUD. ഇനി നോക്കി ഒറ്റ ഒന്നും കൂടിയേ നമുക്കവിടെ ഫില്ല് ചെയ്യാനുള്ളൂ. അതെന്താണ്? താഴേക്കാണ്. താഴേക്ക് 4 അക്ഷരമുള്ളൊരു വേർഡാണ്. യു ക്യാൻ ഫീൽ വെൻ ഇറ്റ് ബ്ലോസ്. അടിക്കുമ്പം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഏതാ? വളരെ എളുപ്പമാണ്. അടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കാറ്റാണ് അല്ലേ? അപ്പോൾ ആ കാറ്റ് അടിക്കുക. WI. അത് കഴിഞ്ഞാൽ ഏതാ? അത് കഴിഞ്ഞാൽ ഒരു എന്നും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ അവിടെ ഫില്ലായതായിട്ട് കാണാം. അപ്പോൾ നോക്കി ഏതൊക്കെയാണ് വാക്കുകൾ? സൺ, സ്കൈ, യെല്ലോ, വിൻഡ്, ക്ലൗഡ്. ഇത്രയുമാണ് അവിടെ വാക്കുകൾ വരുന്നത്. ഇനി നോക്കുക, നെയിം ഓഫ് ദ പാരന്റ്, അഡ്രസ്സ്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ അടിച്ചു ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ആ ഒരു പേരും വിവരങ്ങളും ചേർത്തിട്ട് എന്ത് ചെയ്യുക? അതുകൂടെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.